ഫുള്ള് കുടിച്ചോ? ഏതായാലും ഇപ്പം നിന്നല്ലേ ഇന്നിപ്പോൾ കൈ മനക്കടന്നല്ലോ ഓനുണ്ടോ ചാച്ചു. ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷങ്ങൾ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ രാവിലെ തന്നെ എൻ്റെ പെറ്റ്സുകളെയും എല്ലാം ഒന്ന് നോക്കി, അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെയൊക്കെ എണീറ്റ് വന്ന് ഫസ്റ്റ് ഞാൻ അലക്കാനാണെന്ന് ഇട്ടത്. നേരത്തോടെ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് മറ്റുള്ള പണികൾക്കൊക്കെ നിൽക്കാമല്ലോ. അപ്പോൾ അതവിടെ കിടന്ന് കറങ്ങിക്കോളൂല്ലോ. അപ്പോൾ ആദ്യം തന്നെ അലക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചു. പിന്നെ നമ്മൾ സുട്ടുവിനെ മുകളിൽ തുറന്നു വിട്ടു, ഫുഡ് കൊടുത്തു. അപ്പോൾ അവിടെ അവന് മണ്ണ് മാന്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാം, നീ എന്തേ മണ്ണ് മാന്തി കളിക്കണേന്ന്. അപ്പോൾ അവന് ഒന്നും എന്നെ നോക്കിയിട്ട് അവിടെ തന്നെ കിടന്നു. പിന്നെ ഞാൻ ഉമ്മയുണ്ട്, ഉമ്മക്ക് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഉമ്മ അവിടെ ചായയും ബിസ്ക്കറ്റൊക്കെ കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ബബ്ബു ഇതാ കൂട്ട് തന്നെയാണ്, മറ്റാളെ നോക്കി കിടക്കുക കേട്ടോ. രണ്ടാളും കണ്ട നല്ല ശത്രുക്കളാണ്. ഇയാൾക്ക് അതിനെ സുട്ടുകൊണ്ട് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഇതാ ഞാൻ മൈദ വെച്ചിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു, ഉപ്പിട്ട് കൊടുത്തു, അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു നോർമൽ ഒരു ലൂസിൽ ഇതിന് നമ്മൾ ചേച്ചിയുടെ അവിടെ എത്തി. ആൾ ആക്കുന്നുണ്ട്. ഈ പണികളൊക്കെ പുറത്തുനിന്നുള്ള പണികളൊക്കെ കുറേശ്ശൊക്കെ ചെയ്തിട്ടാണ് ആളകത്ത് കയറി പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഇന്നലെ വിഷു ആയിരുന്നു. ഇന്നലെ മോർണിംഗിൽ വന്ന് ചെറുങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ആൾ പോയി. ഇപ്രാവശ്യം അതിന് വിഷു ഇല്ല. ആളെ ഹസ്ബൻഡ് മേടിച്ചിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കാരണം വിഷു ഇല്ല. അപ്പോൾ അത് കാരണം നമ്മളെ വിട്ട് വന്ന് ചെറുങ്ങനെ വിഷു കൈനീട്ടമൊക്കെ വാങ്ങിച്ച്, അതേപോലെ രാവിലെ തന്നെ ചെറിയ രീതിയിൽ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ആൾ പോയി. പിന്നെ ബാക്കിയുള്ള ഡേക്ക് പിന്നെ സമയമൊക്കെ ആൾ ലീവായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇന്ന് മോർണിംഗിൽ വന്നു. ആൾ പാത്രം കഴുകലും കാര്യങ്ങളും മൂപ്പരേതായ റൊട്ടീൻസ് ഉണ്ട്, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് വിഷു ഇല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ട്. കാരണം കഴിഞ്ഞ വിഷുവിൽ ആളുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഈ 1 വർഷം ഇല്ല. അപ്പോൾ അതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് അങ്ങനെ കുഞ്ഞൊരു വിഷമത്തിലാണ് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ സമാധാനിപ്പിച്ച്, കുഴപ്പമില്ല, നമുക്കിന്ന് ഇവിടെ നന്നായിട്ട് വിഷു ആഘോഷിക്കാമെന്നും പറഞ്ഞിട്ട് ആളെ ഞാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്നാൽ ഞാനും ചേച്ചിയുമൊക്കെ കൂടിയിട്ട് നല്ല വാഴയിലയിൽ എല്ലാ സാധനങ്ങളും എല്ലാ കറികളൊക്കെ ഇട്ട് നല്ല ഓണസദ്യ ഇല്ല കേട്ടോ, വിഷു സദ്യ കഴിക്കാൻ പോവാണ്. തെറ്റി പറഞ്ഞാണേ. അപ്പം ഞാൻ എന്തോ അതിൻ്റെ അടിയിൽ തപ്പുന്നുണ്ട്. എന്താ തപ്പുന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല എന്താ തപ്പുന്നതെന്ന്. അതന്നെ ദോശയ്ക്കുള്ള മാവ് ഒഴിക്കാനുള്ള പാത്രമാണ് എടുത്തു വന്നത്. അപ്പോൾ അതൊക്കെ ഒഴിച്ചു. അങ്ങനെ ദോശയൊക്കെ ചുട്ടു. അത് ചുടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു തവയിൽ വെച്ച് ശർക്കര മെല്ലെ നമ്മളെ കല്ല് വെച്ചിട്ട് ഇടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇടിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് പാകത്തിനുള്ള തേങ്ങയും ഈ ശർക്കരയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ സ്റ്റവിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ ശർക്കര കയ്യിൽ കിടന്ന് ഉരുക്കി സെറ്റായിക്കോളും. അപ്പം ഞാനിങ്ങനെയാണ് ഈ ദോശ കഴിക്കുക. ആദ്യം ദോശ നല്ല ചൂടോടുകൂടി ചുട്ടെടുക്കും. എന്നിട്ട് ഇതേപോലെ ആ ശർക്കരയും തേങ്ങയുടെയും മിക്സ് ഇതിൽ നന്നായി ഇങ്ങനെ പരത്തും. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യും. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ നമ്മൾ മോർണിംഗ് മാത്രമല്ല, ഈവനിങ്ങിലും ചിലപ്പോൾ ഞാൻ ലഞ്ചായിട്ടും ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദോശയാണിത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ദോശയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇക്കാക്ക് ദോശ വേണ്ട, സലാഡ് മതി, മധുരമല്ലേ. അപ്പോൾ ആൾ മധുരം അങ്ങനെ കഴിക്കൂല. ദോശ വേണ്ട, സലാഡ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കുക്കമ്പറും ഒരു മാങ്ങയും 2 എഗ്ഗും കൂടി പുഴുങ്ങിയിട്ട് ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റാക്കി വെച്ച് കൊടുത്തു കേട്ടോ.
ആദ്യത്തെ മാങ്ങ കട്ട് ചെയ്തപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ മാങ്ങ കട്ട് ചെയ്തപ്പോൾ പോക്കായിരുന്നു. ആ ഭാഗം ഇത്തിരി ഇതായ പോലെയുണ്ട്. ഇത് കോമാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ നല്ലതല്ലാന്ന് തോന്നിയപ്പോൾ ഞാനത് ഒഴിവാക്കി ഒരു മാങ്ങ തന്നെ കൊടുത്തുള്ളൂ കേട്ടോ അവൾക്ക്. അതിനിടയിൽ നമ്മൾ ചേച്ചിയമ്മയ്ക്ക് ഫോണൊക്കെ വന്നപ്പോൾ ആൾ ഫോൺ വിളിയും പണിയും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉമ്മാക്കും ദോശ അത്രയും കണ്ട് പറ്റുന്നില്ല കഴിക്കാൻ. ഇപ്പോൾ പിന്നെ ഓൾറെഡി വയ്യാത്തത് കൊണ്ട് കട്ടിയുള്ള ആഹാരങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ജ്യൂസ് അങ്ങനെ ഇതേപോലെ അനാർ ജ്യൂസ്, മാങ്ങ ജ്യൂസ്, പിന്നെ ഇളനീര്, അതൊക്കെയാണ് ഉമ്മയുടെ ഫുഡ് വരുന്നത്. അപ്പോൾ അത് കാരണം ഉമ്മാക്ക് നല്ല അനാറ് നന്നായിട്ട് അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് മണി മാത്രം എടുത്തിട്ട് ഞാൻ ആൾക്ക് ജ്യൂസ് പാലൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനതിൽ അപ്പം ഹസ്ബൻഡ് ഫോർക്ക് ചോദിച്ച് വിളിച്ചു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് എടുത്തു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ദോശയിലേക്കുള്ള മിക്സിയിൽ അതൊരു ടിഫിനിൽ ഒരു ബൗളിലാക്കിയിട്ട് ഞാൻ വെച്ചു. അപ്പോഴത്തേനും ചേച്ചി അരിയൊക്കെ തീമിട്ടു. ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാനും കഴിച്ചു, ചേച്ചിയമ്മയും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചേച്ചിയമ്മ അങ്ങോട്ട് പോകുന്നത് നമ്മൾ അരി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ പശുവിന് കൊടുക്കും. അപ്പോൾ അതൊക്കെ ബക്കറ്റിൽ ഒഴിച്ച് വെക്കാനാണ്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഉമ്മ നിസ്കരിക്കായിരുന്നു. അപ്പോൾ ഉമ്മാക്കുള്ള അനാറിലെ മണികളൊക്കെ ഞാൻ ജ്യൂസിലിട്ട് വെച്ചിട്ട് ഉമ്മ വന്ന് കഴിക്കാൻ സമയമായപ്പോൾ ഞാനിതാ ജ്യൂസ് അടിച്ചിട്ട് ആൾക്കിതാ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇനി ജ്യൂസൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങും. എന്നിട്ട് പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കും. എന്നത്തെയും പോലെ എന്താ പറയുക, വോയിസ് കൊടുക്കാനൊരു ഉഷാറ് കുറവ്, അറിയില്ല എന്താന്ന് ഒരു തപ്പിപ്പിടുത്തം നമുക്കിപ്പോൾ എന്നും ഒരേപോലെ ആവില്ല നമ്മളെ മാനസികാവസ്ഥയും കാര്യങ്ങളും. അപ്പം നമ്മൾ ചേച്ചിയമ്മ ഫോണ് നല്ല നോട്ടത്തിലാണ് കേട്ടോ. കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ആൾ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളെ പണികൾക്കൊക്കെ ഇറങ്ങും കേട്ടോ. ഞാനും റെസ്റ്റ് എടുക്കും, ആളും റെസ്റ്റ് എടുക്കും. അപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ലഞ്ചിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ വാഴയിലൊക്കെ മുറിച്ച് കൊടുന്നു. അത് ഗ്യാസുമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും പൊതിച്ചോറാണ് ആക്കിയത്. ഹസ്ബൻഡിനും എനിക്കും ചേച്ചിയമ്മയ്ക്കും. ഉമ്മക്ക് ഞാൻ ആക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ കഴിക്കില്ല, ചോറ് കഴിക്കില്ല. ഉമ്മ കഞ്ഞിയാണ് കുടിക്കുക. അപ്പോൾ ചാള വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചാളൊക്കെ വറുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ദാഹം, ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം. അപ്പോൾ ഒരു ലെമൺ ജ്യൂസ് എടുത്ത് കുടിച്ചു. അപ്പോൾ ഞാൻ വാഴയിലൊക്കെ വെട്ടിക്കൊടുന്നത് നന്നായി വാട്ടിയപ്പോൾ അതെന്തോ ഒരു കറുപ്പ് കളറൊക്കെ ഗ്യാസും അങ്ങനെ ഇട്ട് വാട്ടിയത് കൊണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ മോരുകറി ഒഴിച്ചു, അവിയൽ ഒഴിച്ചു, പയറുപ്പേരി ഇട്ടു, പുളിഞ്ചി വെച്ചു, പിന്നെ പച്ചടി വെച്ചു, പിന്നെ മാങ്ങാക്കറി, പിന്നെ സാമ്പാറും കൂടി ഉണ്ട് കേട്ടോ. ഞാനിതിൽ ഒഴിക്കാൻ വിട്ടുപോയതാണ്, മീൻ ഫ്രൈ. അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ നന്നായി പൊതിഞ്ഞു കെട്ടി നല്ല അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഞാനിത് നേരത്തെ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ ഞങ്ങളിങ്ങനെ ഓപ്പൺ എയറിൽ ഇരുന്നിട്ടാണ് കഴിച്ചേ. ഹസ്ബൻഡിന് ഞാൻ നേരത്തെ കൊടുത്തു. ആൾക്ക് പോകാൻ ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ ടൈമിൽ ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് ഞാൻ നേരത്തെ കൊടുത്തു. എന്നിട്ടാണ് ഞാനും ചേച്ചിയമ്മയും കഴിക്കാനിരുന്നത്. അപ്പോൾ ചേച്ചിയമ്മ ഇരുന്നു, ഞാനും ഇരുന്നു. ഞങ്ങളെ പൊതിച്ചോറ് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, അവിടെ ഇരിക്കേ, അടുത്തിരിക്കേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇല്ല, ഞാൻ അവിടെ താഴെ ഇരിക്കാം, ഞാൻ താഴെ ഇരിക്കാം എന്നൊക്കെ ആൾ പറയാണ്. അപ്പോൾ മൂപ്പർക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ആൾക്ക് ഭയങ്കര നാണവും ജാളി ഇതൊക്കെ. ഞാൻ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ പോലെ ഈ വീഡിയോയിൽ ഇങ്ങനെ നിൽക്കില്ലേ. അപ്പോൾ അത് കാരണം തോന്നണു. അല്ലെങ്കിൽ അത്ര ഫോർമാലിറ്റി ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഓക്കെയാണ് ആൾ. എൻ്റെ കൂടെ അവിടെ ഇരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വേറെ കഥയും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓരോ കറികളുടെ കാര്യങ്ങളും അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്തതിൽ കൂടെ ചാള വറുത്ത്
ആരും അങ്ങനെ ഇതുപോലെ സദ്യ വെക്കുമ്പോൾ ചാള വറുത്ത് കഴിക്കില്ല, പക്ഷേ ഇതിൽ കൂടെ ചാള വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി നല്ലൊരു സദ്യ തന്നെയായിരുന്നു. ഹസ്ബൻഡും കഴിച്ചിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, വണ്ടലിൽ പൊതിഞ്ഞ് വെച്ചപ്പോൾ ആ ഫ്ലേവർ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് കുറച്ച് മാങ്ങാക്കറി മാത്രം എടുത്തിട്ട് ഞാൻ കഴിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചിയമ്മയും നല്ല റെസ്റ്റ് എടുത്തു. നല്ല മൂപ്പര് ഫോണും നോക്കി, ഞാനും ചെറിയ ഇതേപോലെ ഫോണൊക്കെ നോക്കി ഞങ്ങൾ ഫുള്ള് റെസ്റ്റ് എടുത്തു. അപ്പോൾ എൻ്റെയും ചേച്ചി അമ്മയുടെയും വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ആടാ ഈ വാഴയുടെ പരിപ്പൊക്കെ എടുക്കുക അല്ലേ? കേറ് കേറ് കുട്ടി കേറ്. എന്നാ വെള്ളം വെള്ളം എന്നാ ചോട്ടോ എന്താ അവിടെ? വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞു. ആളുക ഉഷാറായിട്ട് ഒരിത്തിരി തവിടും അതൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിവിടെ ഫാൻ ഇട്ട് കൊടുക്കും പശുവിന് കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ പറയുക ഫാന് ഇട്ട് കൊടുക്കും. ലൈറ്റും ഫാനും, അതും ജീവികളല്ലേ, കൊതുക് കടിക്കാതെ കിടന്നുറങ്ങട്ടെ അവർ. അപ്പോൾ എൻ്റെ മറ്റു ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രി കുറച്ച് മാന്തൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കറി വയ്ക്കാൻ. അപ്പോൾ ഞാൻ കറിയെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കറി വെച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. ഇതിൽ തക്കാളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, തക്കാളി മുറിച്ചിട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചുവന്നുള്ളി ഇതൊക്കെ കൂടി ചതച്ചിട്ടിട്ടു. ഇനി പച്ചമുളക് ഇടണം. ചേച്ചിയമ്മയാണ് കേട്ടോ എനിക്ക് മീനൊക്കെ മുറിച്ചിടണേ. സോൾട്ട്, സൂര്യൻ ഉദിക്കുക, സൂര്യൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പശു ഓടിയെന്ന്, അങ്ങനെ നശിപ്പിച്ച വാഴയാണിത്. ഇതിൻ്റെ കൂമ്പാണോ എന്താണോ പോയി അറിയില്ല. കുറേ മാങ്ങയുണ്ട്, കറുത്ത മാങ്ങയാണ്. പിന്നെ നമുക്ക് ഒരു മാങ്ങ പൊട്ടിക്കാം. കറിക്ക് ഒരു മാങ്ങ പോരെ. ഇതൊരു ഇത്തിരി മൂത്ത പോലെ ഉണ്ട്, നമുക്ക് ചള്ളു മതിയില്ലേ.
ഒരെണ്ണം മതി. തൊടിയിൽ പല ടൈപ്പ് മാങ്ങകളുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, പക്ഷെ ഇതൊക്കെ ചള്ളാണ്. ഇത് പഴുത്ത ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. സപ്പോട്ട പൂടുന്നുണ്ട്. ഒരു ട്രിപ്പ് പോയിട്ട് ഞങ്ങൾ കുറേ കായ്കൾ പറിച്ചു. ഇനിയിപ്പോൾ അടുത്ത തവണയും പൂടുന്നുണ്ട്. പോയി കണ്ടു. കറണ്ട് പോയാൽ ബൾബ് ചിലത് പോവും. ഇൻവെർട്ടറിലല്ല എല്ലാ ബൾബും. അപ്പോൾ മുളകും പൊടി 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നന്നായി പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കട്ടി വരും, ടേസ്റ്റും വരും. നമുക്ക് എത്രയാണോ കറിയുടെ ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി നന്നായി വറ്റിയിട്ടുണ്ട്. ഞാൻ മീനിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിൽ നിന്ന് വരും. കറക്കി വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിൻ്റെ ഇലയിട്ട് എനിക്ക് ഇറക്കി വയ്ക്കാം.